2-ാം തീയതി ഞാൻ അനിൽ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ എനിക്ക് തന്ന ഗുളികയാണ്. നാളെ ഒരാൾക്ക് ഇത് ഉണ്ടാവാൻ പാടില്ല. എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തുകയില്ലായിരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ ഒരു തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിലായി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയ്ക്ക് ഇരയാകേണ്ടി വന്ന വെട്ടിക്കവല മൊട്ടവിള സ്വദേശിനിയാണിത്. കൈതരിപ്പുണ്ടായതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് പിന്നീട് ജീവൻ പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് ആരോഗ്യനില വഷളായത്. ഒന്നിലധികം തവണ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇവരുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും ഒടുക്കം ദേഹമാസകലം കുമിളകൾ വന്നതോടെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. മരുന്ന് മാറിത്തന്നതാണ് ആരോഗ്യനില മോശമാകാൻ കാരണമായതെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ വിശദമാക്കിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൈതരിപ്പിന് ചികിത്സ തേടിയ ശേഷം കുറവില്ലാതെ വീണ്ടും ചെന്നപ്പോൾ കൊളസ്ട്രോളിന്റെ മരുന്നിനു പകരം ഫിക്സിന്റെ ഗുളികയാണ് നൽകിയെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ആരോഗ്യനില വഷളാകാൻ കാരണമായത്. മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്ന സമയത്ത് ജീവൻ പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ശരീരത്തിലെ പാടുകൾ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെ മാറിയെങ്കിലും ഇപ്പോഴും കണ്ണിനും പല്ലിനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. താലൂക്ക് ആശുപത്രിയുടെ ഈ അനാസ്ഥയ്ക്ക് ഇരയാകേണ്ടി വന്ന ഇവർ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവിന്റെ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കുൾപ്പെടെ വലിയ തുക ഇവർക്ക് ചിലവായിട്ടുണ്ട്. അതിനാൽ തന്നെ ചികിത്സാ പിഴവിന് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഇനിയൊരാൾക്കും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കരയുടെ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. യാതൊരു ശ്രദ്ധയുമില്ലാതെ ആശുപത്രി അധികൃതർ രോഗികൾക്ക് മരുന്ന് നൽകുമ്പോൾ അവരുടെ ജീവന് പോലും ഭീഷണിയാകുകയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. കൃത്യമായ ചികിത്സ നൽകാത്തതിനാൽ ഓട്ടിസം ബാധിതനായ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായതായി കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. പിന്നാലെ വീണ്ടും ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തുടരുകയാണ്. പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിവൃത്തിയില്ലാത്ത നിരവധി ആളുകളാണ് ഇത്തരം ഗവൺമെൻറ് ആശുപത്രികളിൽ ആശ്രയമാകുന്നത്. അതിനാൽ അവരുടെ ജീവന് വിലയിടാതെ കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്നതാണ് നമ്മുടെ നാടിൻ്റെ പൊതു ആവശ്യം. ഞാൻ വെട്ടിക്കവലയിൽ നിന്നാണ് വരുന്നത്. മൊട്ടവിള എന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഡോക്ടർ തന്ന മരുന്നിൻ്റെ സ്ലിപ്പുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഹസ്ബൻഡാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ 2-ാം തീയതി ഇവിടെ എൻ്റെ കൈതരിപ്പിനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് മരുന്നിന് വന്നത്. അപ്പം ജനറൽ ഫിസിഷ്യനെ കാണാൻ വന്നതായിരുന്നു. ജനറൽ ഫിസിഷ്യനെ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മരുന്ന് തന്നു. 2 ദിവസം 5-ാം തീയതി 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ എനിക്ക് ദേഹം മൊത്തം തരിപ്പായിരുന്നു. അപ്പം വീണ്ടും 8-ാം തീയതിയിലേക്ക് എനിക്ക് വീണ്ടും അടുത്ത ഗുളിക എഴുതി തന്ന് ആ ഗുളിക കഴിച്ചത് എനിക്ക് ഫിക്സിൻ്റെ ഗുളിക തന്നത്. എനിക്ക് അലർജിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഗുളികൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സർജനെ കാണേണ്ടി വന്നായിരുന്നു. എനിക്ക് കൊളസ്ട്രോളിൻ്റെ കൊഴുപ്പടിഞ്ഞ് സർജനെ കണ്ടു. അത് സന്തോഷ് ഡോക്ടറായിരുന്നു സർജൻ. ആ ഡോക്ടറായി നിന്ന് ഞാൻ മരുന്ന് വാങ്ങിച്ചു. അതും ഒരു 3 ദിവസം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ആദ്യം കണ്ണിനാണോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കണ്ണിന് മരുന്ന് വാങ്ങിച്ചൊഴിച്ചു. അത് കഴിഞ്ഞ ശേഷം കണ്ണ് രണ്ടും അടഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് വായിൽ നിന്ന് ചൂട് പോലെ വന്നിട്ട് കുമിള പോലെ വന്ന് ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വീണ്ടും സന്തോഷ് ഡോക്ടറെ വീട്ടിൽ വന്നവൻ പറഞ്ഞു ആ ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞു. വേറെ ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് ജന്നി പോലെ വന്നു. അതിന് മുന്നേ ഞാനിവിടെ വന്നായിരുന്നു. ഒ പിയിൽ വന്നപ്പം ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. എനിക്ക് ഡ്യൂട്ടി ഡോക്ടറാണ് അന്ന് ഇവിടെ ഇരുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രഷർ നോക്കാൻ പറഞ്ഞു. പ്രഷർ നോക്കിയപ്പോൾ എനിക്ക് പ്രഷർ കൂടുതലതിൻ്റെ പേര് ട്രിപ്പ് ഇടാൻ പറ്റത്തില്ല, ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇഞ്ചക്ഷനും എടുത്തിട്ട് കുറച്ച് നേരം ഞാൻ ബെഡിൽ കിടന്നു. അതിനുശേഷം പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയതിന് ശേഷമാണ് എനിക്ക് വീണ്ടും വയ്യാതായി. പിറ്റേ ദിവസം 15-ാം തീയതി വെളുപ്പിലെ സന്തോഷ് ഡോക്ടറെ വീട്ടിൽ വന്നപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയോ കൊണ്ടുപോയിക്കോളാൻ. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവയവങ്ങളെ ബാധിക്കുമെന്നായപ്പോഴത്തേക്ക് അവരെനിക്ക് ഇതിൻ്റെ ഗുളിക തന്നത്. ഞാനിവിടുന്ന് കുമ്പളകൾ പോലെ വന്നിട്ടാണ് അവിടെ ചെല്ലുന്നത്. ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇതുപോലെ ഗുളികയുടെ എല്ലാം നോക്കിയതിന് ശേഷം പറഞ്ഞു ഗുളിക മാറിയാണ് തന്നത്.
എനിക്ക് ഫിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫിക്സ് ഇല്ല, ഞാൻ കൊളസ്ട്രോളിൻ്റെ ഗുളികയ്ക്കാണ് പോയത്. അപ്പോൾ ഫിക്സിൻ്റെ ഗുളിക തന്നേന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എനിക്ക് സ്റ്റിറോയിഡാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം കണ്ണിൽ സ്റ്റിറോയിഡാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും മങ്ങലുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടർ പറയുന്നത് എവിടെ പോയാലും നമ്മൾ പിന്നെ ടെസ്റ്റുകളെല്ലാം നടത്തിയതിന് ശേഷം അവർ ഇനി ഏറ്റെടുക്കത്തുള്ളൂ, സമ്മതപത്രം വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവൾ കണ്ണാശു ചികിത്സയിൽ നിൽക്കുകയാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഈ വണ്ടിയും കൊണ്ട് കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ ഒരുപാട് ത്യാഗം അനുഭവിച്ച് ഇവിടെ തട്ടിപ്പോണ്ട അവസ്ഥയായിരുന്നു. ഒരുപാട് രൂപ എനിക്ക് ചിലവുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇത് നാളെ ഒരാൾക്ക് ഇത് ഉണ്ടാവാൻ പാടില്ല, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 15-ാം തീയതി ഇവിടുന്ന് ഫാർമസിയിൽ തന്നെ ആ മരുന്ന് തന്നേക്കുന്നത്. ഇപ്പം പല്ലിനും കംപ്ലയിൻ്റ് ഉണ്ട്. പല്ലിൻ്റെ ചെന്നപ്പോൾ അവർ പറയുന്നത് ദന്ത ഹോസ്പിറ്റലിൽ നിന്ന് മൊത്തം എനിക്ക് ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കത്തില്ല, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളും. മെഡിക്കൽ കോളേജ് എന്നെ നോക്കിയ ഡോക്ടറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാതെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡോക്ടർ പറയുന്നത് അവയവങ്ങളെ ബാധിക്കും, ഇനി ഒരു മരുന്നും കറക്റ്റായിട്ട് കഴിക്കണമെങ്കിൽ ഈ ടെസ്റ്റ് നടത്തിയതിന് ശേഷമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. മുഖത്തെല്ലാം കാണുന്ന പാടുകൾ. 2-ാം തീയതി ഞാൻ അനിൽ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ എനിക്ക് തന്ന പിന്നെ ഗുളികയാണ് ഇത്. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വീണ്ടും വന്നു. 8-ാം തീയതി എനിക്ക് അടുത്ത ഗുളികയ്ക്ക് കുറിച്ച് തന്നു. ആ കഴിച്ച ഗുളിക, ആദ്യം കിടക്കുന്ന ഗുളിക ഫിക്സിൻ്റെ ഗുളിക എനിക്ക് തന്നത്. ഞാൻ കൊളസ്ട്രോളിന് മരുന്ന് വാങ്ങിക്കാനാണ് വന്നത്. തന്ന ഗുളിക എനിക്ക് ഫിക്സിൻ്റെ ആണെന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറയുന്നത്. അതിനുശേഷം ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കാണാൻ സന്തോഷ് ഡോക്ടർ, സർജൻ ഡോക്ടറെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് കൊളസ്ട്രോളിന് കൊഴുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ 30 ദിവസത്തേക്ക് എനിക്ക് മരുന്ന് തന്നായിരുന്നു. ആ മരുന്ന് ഞാൻ ഒരു 3 ദിവസം കഴിച്ചു. 3 ദിവസം കഴിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ ഗുളിക ഇരിക്കുന്നതാണൊക്കെ തോന്നി. പിന്നെ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഈ ഗുളിക ഇനി കഴിക്കണ്ട, ഞാൻ തന്ന ഗുളികയ്ക്കകത്തുനിന്നല്ല വന്നത് ആ ഡോക്ടർ തറപ്പിച്ച് പറയുന്നുണ്ട്, സന്തോഷ് ഡോക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴാണ് എനിക്ക് കണ്ണിന് വന്നതും ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങിയതും. വീണ്ടും ആണ് ഡോക്ടർ തന്ന മരുന്നില അല്ല വന്നത്, വേറെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. വേറെ മരുന്ന് കഴിച്ചിട്ടുണ്ട്, അതിനകത്തുനിന്ന് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങിച്ച് ഒരു ട്രിപ്പ് വിട്ടിട്ട് പോകാൻ പറഞ്ഞു. അന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് പ്രഷർ 157, 122 അതുകൊണ്ട് ട്രിപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു, എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം അന്ന് ഉച്ച തൊട്ട് എനിക്ക് വയ്യാതായി, ബ്ലഡ് ഛർദ്ദിച്ചിട്ട് ഞാൻ വീണ്ടും പിറ്റേ ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്നെ അടുത്ത ഫിസിഷ്യൻ സന്തോഷ് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. സന്തോഷ് ഡോക്ടർ എനിക്ക് അലർജിയുടെ ഗുളിക എഴുതി തന്നു. ഞാനത് കഴിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് അസുഖം കൂടി. ഞാൻ വീണ്ടും സന്തോഷ് ഡോക്ടറെ വീട്ടിൽ സർജൻ സന്തോഷ് ഡോക്ടറെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് തരുന്നത്. എനിക്ക് തുടർ ചികിത്സയ്ക്ക് ഈ തന്ന ഡോക്ടർ എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. കാരണം എനിക്ക് വേറൊരു വരുമാനമില്ല. എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. നമുക്ക് അപ്പോൾ അതിനകത്തുനിന്നൊരു വരുമാനം എടുത്ത് എനിക്ക് ആഴ്ച പോയി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല.